ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ട്രെയിലർ റിയാക്ഷൻ. നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ദിലീപ് ഏട്ടന്റെ തങ്കമണി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് റിയാക്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അജയൻ ഒരു ദിലീപ് ഏട്ടൻ ഫാനാണ്. അപ്പോൾ ഒരു ദിലീപ് ഏട്ടന്റെ ഫാനിന്റെ വ്യൂ കാണുന്നതും ഒരു നോർമൽ പീപ്പിളിന്റെ വ്യൂല് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ രണ്ട് വ്യൂ ഞാൻ കാണിക്കൂട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. മുമ്പൊക്കെ നമ്മൾ കുറെ തല്ലൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് അതിനെ പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലർ നോക്കാം. 7-ാം തീയതിയാണ് പടം റിലീസ്. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിലേക്ക് പോകാം. സൗദിയിലെ അവനെ നീ എങ്ങ ഗൾഫാനായി പോയാലോ? എന്നാടി തേച്ച് മാച്ചു കളയോ? തങ്കമണി എടാ, നമ്മളത് ചെയ്യത്തില്ലാന്ന് തീരുമാനിച്ചല്ലടാ. കേസ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. കണ്ട കാട്ടിക്കൊണ്ടേ കളയാൻ എനിക്ക് അവളെ കളഞ്ഞു കിട്ടിയതാണ്. ചേട്ടന്മാരെ നിങ്ങൾ തല്ലോട്ട് ചവിടേക്ക് വണ്ടി തങ്കമണിക്കെടുക്ക. It's been 48 hours. Nobody has left. സൂക്ഷിച്ചു നോക്കടാ. നമുക്ക് തുടങ്ങാം. മാവേ, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ദിലീപ് ഏട്ടന്റെ സെക്കൻഡ് ലുക്ക് ഇഷ്ടമായത്. അജയനും എനിക്ക് പക്ഷെ സെക്കൻഡ് ലുക്ക് എനിക്ക് ആ ഒരു ക്രൈസി ഗോപാലൻ ആ ലുക്ക് മോഡൽ തോന്നുന്നുണ്ട്. എനിക്ക് റിവെഞ്ച് ആണ് ഈ പടത്തിലെ സെക്കൻഡ് ലുക്ക് ഇഷ്ടമായി. പക്ഷെ ഫസ്റ്റ് ലുക്ക് എനിക്ക് ഈ സ്റ്റോറി ഇഷ്ടമായി. എനിക്ക് ഇതാണ് മൊത്തത്തിലെ അഭിപ്രായം. ട്രെയിലർ എങ്ങനെയുണ്ട്? മൊത്തത്തില് ട്രെയിലർ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയാ, എന്തൊരു കാണണം, അങ്ങനെ ഒരു ഇത് കിട്ടണില്ല. ഒരു തങ്കമണി എന്നൊക്കെ വെച്ചാൽ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾക്ക് അങ്ങനെ ഒരു ഈ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് തങ്കമ്മയുടെ ആ ഇൻസിഡന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. റിവെഞ്ച് മറ്റേ പക്ഷെ ടീസറിൽ റിവെഞ്ച് സ്റ്റോറിയും ഇത് മാറി മാറി കാണിക്കണ്ടായിരുന്നു. പക്ഷെ ഇതില് കൂടുതൽ അവിടെ ആ രാത്രി നടന്ന ഇൻസിഡന്റിനാണ് ഫുള്ള് കാണിക്കുന്നത്. അതാണ് കാണാനും ഇപ്പൊ പ്രേക്ഷകരാണെങ്കിൽ ആ റിവെഞ്ച് കാണാം. മറ്റേ കഥ നമുക്ക് ഏകദേശം അറിയാലോ. മിക്കവാറും ഇതൊരു സ്റ്റാർട്ടിങ്ങില് എനിക്ക് തോന്നുന്നത് ഒരു ചെസ് സ്റ്റോറി പോലത്തെ സ്റ്റോറി ആയിരിക്കും ഇത്. ചെസ്സില് മറ്റേ ദിലീപയുടെ ഫസ്റ്റ് തന്നെ ഇവരെ ഫസ്റ്റ് ആൾക്കാരെ കൊല്ലണു. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് പോലീസ് വരുന്നു. പോലീസ് വരുന്ന സമയത്ത് തങ്കമ്മയുടെ എന്താണ് സംഭവം അതൊക്കെ അറിയണു. പിന്നെ ആളുടെ പക്ഷെ തങ്കമ്മണി എന്ന് പറഞ്ഞ കേസ് ശരിക്കുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് പടം ഇറങ്ങിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ കറക്റ്റ് എന്താണ്. പിന്നെ ആ ഒരു സംഭവത്തെ കറക്റ്റ് റിയൽ ആയിട്ട് ഉണ്ടായിരുന്ന ഇൻസിഡന്റാ. അപ്പൊ കണ്ടന്നെ അറിയേണ്ട വരും. പിന്നെ സിദ്ദിഖ് ഉണ്ട്, മനോജ് ഉണ്ട്, പിന്നെ കാലഘട്ടം 80s കാലഘട്ടല്ലേ. പിന്നെ സുദേവ് നായരുണ്ട്, പിന്നെ കുറെ പേരുണ്ട്. പിന്നെ തമിഴ്ന്ന് കുറെ പേരുണ്ട്. അസീസ് ഉണ്ട്. അസീസിനൊക്കെ നല്ല ക്യാരക്ടർ ഉണ്ടാവും തോന്നുന്നുണ്ട്. അസീസിന് ഇപ്പൊ എല്ലാ പടത്തിലും. പിന്നെ നിതാ പിള്ള നമുക്ക് അതിലെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഇന്റർവ്യൂലൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ ഇൻസിഡന്റ് ആണ്, പക്ഷെ അതില് കുറച്ച് ഫിക്ഷനും ചേർത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല സത്യം പറഞ്ഞാൽ. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ
സത്യത്തില് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല, അതൊരു ഫിക്ഷണൽ ക്യാരക്ടർ മാത്രമാണ്. തങ്കമണി എന്ന സംഭവത്തില് ദിലീപേട്ട ഒരു ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സിനിമ എന്നാണ് അവർ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരിക്കണേ. ബാക്കി എന്തായാലും നമുക്ക് കണ്ടറിയാം. 7-ാം തീയതിയാണ് സിനിമ. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്തോളോ. ട്രെയിലർ ഉണ്ട്, നിങ്ങളുടെ എന്തായാലും എങ്ങനെയാന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തായിരിക്കും? കാരണം ഇപ്പൊ മലയാള സിനിമ ഒക്കെ ഹൈ രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് മാർച്ചില് ഒരു റിലീസായിട്ട് വരുന്നത്. നമ്മളിപ്പോ കണ്ട ഹോസ്റ്റലർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. ആവറേജ് ആയിരുന്നു. പ്രേമലേക്ക് നല്ല ഇഷ്ടമായി, ബ്രഹ്മയോഗം ഇഷ്ടമായി, അന്വേഷിക്കും കണ്ടെത്തും കുഴപ്പമില്ല, അത്യാവശ്യം മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടമായി. മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടം. എല്ലാ പടവും നമ്മള് കണ്ട പടങ്ങളൊക്കെ ഒരു നിരാശപ്പെടുത്താത്ത പടങ്ങളാണ് എല്ലാം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ മാർച്ചില് നമ്മള് കാണാൻ പോണത് തങ്കമണിയാണ്. തങ്കമണി കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളൂ കേട്ടോ.